ആദിത്യം എന്ന് പറയും. സൂര്യന്റെ നടുക്ക് ഈ 9 നടുക്കിരിക്കുന്നത്. ഏറ്റവും മുകളില് മറ്റേ ശുക്രൻ നക്ഷത്രമായിട്ട് സ്റ്റാർ. ഏറ്റവും അടിയില് ശനി, ഇങ്ങറ്റത്ത് ബുധൻ, അങ്ങട്ട് ചന്ദ്രൻ, പിന്നെ കുജൻ ചൊവ്വയുടെ പ്രതികരിച്ചാണ് കുജൻ വരുന്നത്. ഇങ്ങനത്തെ രാഹു ദോഷങ്ങളിലൊക്കെ പറയാൻ വേണ്ടി. ഇത് കേതു. ഇങ്ങനത്തെ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം പ്രതികരിച്ചതാണ്. അതില് നടുക്കിരിക്കണ ആദ്യത്തിന് നമ്മള് സാധാരണ നെല്ല് വരും വെച്ച് പീഠം വെക്കുമ്പോ അതിന്റെ ദ്രവ്യമായ ഗോതമ്പണ വെക്കണം. ഗോതമ്പണ ദ്രവ്യമായിട്ട് വെച്ച് അതിന്റെ മുകളിൽ നാളികേരവും കുറിച്ചെല്ലാം വെക്കണത്. പിന്നെ ഏറ്റവും മുകളിലുള്ള ശുക്രന് അമരപ്പരിപ്പ് എന്ന് പറയും. അമരപ്പരിപ്പാണ് പീഠത്തെ സങ്കല്പിച്ച് വെക്കുന്നത്. പിന്നെ അടിയിൽ ശനിയുടെ എള്ളണ പീഠമായിട്ട് വെച്ച് ആ പീഠത്തിന് മുകളിൽ നാളികേരം വെക്കുന്നത്. പിന്നെ ഈശാന മുകളിലൂടെ ബുധന് പ്രതികരിക്കുന്നത് കടലയാണ്. ആ കടല വെച്ച് അതിന് ഇതായിട്ട്. പിന്നെ അങ്ങറ്റത്ത് അഗ്നികോണിൽ വരുന്നത് വെറും അരിയാണ്, അരിയാണ് വരുന്നത് പ്രതികരിച്ച് വരുന്നത്. പിന്നെ കുജന് വരുന്നത് തുവരപ്പരിപ്പാണ് വരുന്നത്, ചൊവ്വയുടെ പ്രതികരിച്ച് വരുന്നത്. പിന്നെ രാഹുവിന് വരുന്നത് ഉഴുന്നുപരിപ്പാണ്. പിന്നെ ശനിയുടെ എള്ള്. കേതുവിന് മുതിര എന്ന് പറയും, മുതിര വരുന്നത്. പിന്നെ വ്യാഴത്തിന് വ്യാഴദശയുടെ ഗുരുവിന് വരുന്നത് ചെറുപയറാണ്. അങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളും വെച്ച് ആ ദ്രവ്യത്തിലേക്ക് ഒരേ ദേവന്മാരെ ആവാഹിച്ചിരുത്തി ആ ദേവന്റെ ചൈതന്യം ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത്. അത് ഹവിസും ഏത് ദ്രവ്യം ആ ദ്രവ്യവും ചമതയും നെയ്യാണ് ഹോമിക്കുന്നത്. ഒരേ മന്ത്രങ്ങളിൽ ഹോമിക്കുന്നത് നവഗ്രഹത്തിന്റെ അത് ഗ്രഹശാന്തി ഹോമമായിട്ട് ചെയ്യും. ഗ്രഹത്തിലെ ദോഷങ്ങളുടെ ഞങ്ങളുടെ വേണ്ടി ഗ്രഹശാന്തി ഹോമമായിട്ടും നവഗ്രഹവും ചെയ്യുന്നുണ്ട്. നമ്മള് ശരിക്കും ആദിത്യനാണ് അതിന് മെയിനായിട്ട് വരുന്നത്. സൂര്യന്റെ ഇതിൽ നിന്ന് 8 ദിക്കിലേക്കും തിരിഞ്ഞു വരുന്നത്. അപ്പൊ ശരിക്കും സൂര്യന് ശരിക്കും പ്രതികരിച്ച് തൊഴുത് എല്ലാവരും നമസ്കരിക്കാം. ഒരു ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് പിന്നെ കുറച്ച് സമയം എടുക്കുക തീരെ. നമ്മുടെ ബന്ധപ്പെട്ട കുടുംബത്തിൽ എന്തെങ്കിലും മാറാൻ വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചിട്ട് കർപ്പൂരം കഴിഞ്ഞപ്പോൾ പൂവ് ആ നടുക്കേക്ക് സമർപ്പിക്കാം. പ്രദക്ഷിണം വെച്ചിട്ട് പോയ ഒരു പ്രദക്ഷിണം വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് മതി, കർപ്പൂരം കഴിഞ്ഞിട്ട് മതി. നോക്കാം.
വെച്ച് പൂ പീഠത്തിലിട്ട് കർപ്പൂരം ഒഴിഞ്ഞ് നമസ്കരിച്ചോളൂ. നമസ്കരിച്ചോളൂ. Three times. പീഠത്തിലിട്ടിട്ട് നമസ്കരിച്ചോളൂ. എന്നിട്ട് കർപ്പൂരം ഒഴിഞ്ഞോ. gabapentin ointment. ഇതിന്റെ നവരോഗത്തിന്റെ അതിലാണ് സേവിക്കാൻ ചന്ദനം തൊടാം. ഓക്കെ.